ഒരു തലമുറയോട് പറയണം, നീ എന്തൊക്കെ ചെയ്താലും, നീ എന്തൊക്കെ കുഴി വീണാലും, മോനെ, അവൻ ക്രൂശി കിടന്നപ്പം നിനക്ക് വേണ്ടി മരിച്ചപ്പം നിന്നോടുള്ള സ്നേഹം ഒരു അംശം പോലും കുറഞ്ഞിട്ടില്ല. അവൻ ഇപ്പോഴും ഉണ്ട് നിന്നോട് സ്നേഹം, അത് കൂടിയിട്ടേ ഉള്ളൂ. നമ്മൾ തള്ളി പറയുമ്പോൾ ഈ ദൈവം വിശ്വസ്തനാണ്, നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ്. അവിശ്വസ്തതയ്ക്ക് തിരിച്ച് അവിശ്വസ്ത കാണിക്കാൻ അറിയുന്ന ദൈവമല്ല നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും അനുഭവിക്കേണ്ടതില്ല. എന്തെങ്കിലും അനുഗ്രഹം നിന്നെ തിരിച്ചെടുത്തിട്ടുണ്ടോ ദൈവം? എന്തെങ്കിലും വഴി പിന്നെ അടച്ചിട്ടുണ്ടോ? ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത കാലഘട്ടത്തിൽ, അവനെ തള്ളിപ്പറഞ്ഞ കാലഘട്ടത്തിൽ, അവനെ പ്രാഗിയ കാലഘട്ടത്തിൽ അവൻ നിനക്ക് വേണ്ടി വാതിൽ തുറന്നില്ലേ? വഴികളെ തുറന്നില്ലേ? ഇത്രയേ ഉള്ളൂ. അവന്റെ സ്നേഹം അങ്ങനെ. ദൈവത്താൽ കഴിയാത്ത കാര്യമുണ്ടോ? ഉറപ്പാണോ? ഉറപ്പാണോ? ഞാൻ പറയാം, ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമുണ്ട് കേട്ടോ. അവനെ നിന്നെ വെറുക്കാൻ അറിയത്തില്ല. അവനെ നിന്നെ വെറുക്കാൻ അറിയത്തില്ല. ഒരിക്കൽ പോലും അവൻ പറയത്തില്ല ഐ ഹേറ്റ് യു എന്ന്. അവൻ്റെ വായിൽ നിന്ന് പദം കേൾക്കാൻ നിനക്ക് പറ്റില്ല. അവന് വെറുക്കാൻ അറിയില്ല. വെറുക്കാൻ ശ്രമിച്ചാലും വെറുക്കാൻ പറ്റില്ല. കാരണം അത്രയും സ്നേഹമാണ് ദൈവം. അത്രയും സ്നേഹമാണ് ദൈവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, തലമുറയെ നമ്മൾ ഡീൽ ചെയ്യുമ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഡീൽ ചെയ്യാൻ. അശ്രദ്ധ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ അല്ല, ചട്ടങ്ങളല്ല. അശ്രദ്ധ എന്ന് പറയുന്നത് അവരെ അംഗീകരിക്കാൻ ചിലരുണ്ട്. അംഗീകരിക്കാൻ യേശു തയ്യാറാണ് എന്ന് പറയുന്നതാണ്. ഒരിക്കലും നിന്നെ യേശു കുറ്റപ്പെടുത്തത്തില്ല, നിന്റെ പാപങ്ങളുടെ എണ്ണം പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തത്തില്ല എന്ന് പറയാൻ പറ്റണം. അത്രയും മതി. അത് പറഞ്ഞ ഞാൻ പറയും, ഇത് ഇത്രയും ഭയങ്കര സിമ്പിളാണ് ഒരു തലമുറ കൊണ്ടുവരാൻ. നിങ്ങൾക്കറിയോ, അത്ര സിമ്പിളാണ്. നമ്മൾ പോയി വലിയ വെളിപ്പാടൊക്കെ പറയുന്നുണ്ടാ പ്രശ്നം. ക്രൈസ്റ്റിന്റെ ഗ്രീക്ക് പദം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും കയറി വരത്തില്ല ചർച്ചിനകത്ത്. ഒരു തലമുറ കൊണ്ടുവരേണ്ട ക്രൈസ്റ്റിന്റെ ഗ്രീക്ക് പദം പഠിപ്പിച്ചിട്ടല്ല. വില്യം കേറിയുടെ ജീവിതാനുഭവം പഠിച്ചാൽ ഒന്നൊരു ചർച്ചിലകത്ത് സഭയ്ക്കകത്തൊരു തലമുറ കയറി വരത്തില്ല. അവനെ ജഡ്ജ് ചെയ്യാതെ, മോനെ മോളെ തെറ്റ് പറ്റിപ്പോയി, കുഴപ്പമില്ലടാ, നിന്നെ ഇപ്പോഴും കർത്താവ് സ്നേഹിക്കുന്നുണ്ടടാ എന്നൊരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. നീ ഓക്കെ ആണോ എന്നൊന്ന് ചോദിച്ചാൽ മതി. നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാൽ മതി. ഞാനിവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്കറിയാം ചിലരിങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ഈ ചിരി വാരിത്തേച്ച് നടക്കുന്നവരെ എനിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ചുമ്മാ ചോദിക്കുക, അവർക്ക് എനിക്കറിയാം. 2 വട്ടം ചോദിച്ചാൽ അവർക്ക് അറിയും, എനിക്കറിയാം. ഓക്കെ ആണോന്ന് ചുമ്മാ ചോദിച്ചാൽ മതി. നമ്മുടെ പ്രശ്നം നമ്മളോട് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഓക്കെ ആണോ. പക്ഷെ നിങ്ങളും ചോദിക്കണം ഇടയ്ക്കിടയ്ക്ക്. കാരണം അങ്ങനെ ചോദിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ അകത്തുള്ള യേശുവിൻ്റെ ജീവൻ അവനിലേക്ക് വ്യാപരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞു, നമ്മൾ ജീവന്റെ ശുശ്രൂഷകരാണ്. നീ ഒരാളോട് സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാം, ഒരാളോട് ചുമ്മാ സംസാരിച്ചാൽ മതി, നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന യേശുവിൻ്റെ ജീവൻ അവൻ്റെ അകത്തോട്ട് വ്യാപരിക്കും. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ പദം ഞാൻ വീണ്ടും ആവർത്തിക്കാം. നിന്നെ കണ്ടൊരാൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കരുത്. നിന്നെ കണ്ടൊരാൾ നാട് വിടുന്നതിനെ പറ്റി ചിന്തിക്കരുത്. നിന്നെ കണ്ട ഒരാളെ കൊല്ലുന്നതിനെ പറ്റി ചിന്തിക്കരുത്. ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റി ചിന്തിക്കരുത്. നിന്റെ അകത്തെ ജീവൻ ആക്ടിവേറ്റ് ആകണം. ലൈഫാണ് നിന്റെ കൈ ദൈവം തന്നേക്കുന്നത്. പിശാചന് അധികാരമില്ലാത്തൊരു മേഖല ലൈഫാണ്. ജീവന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നിസാരമല്ല. പിശാചിന് പോലും അധികാരമില്ലാത്ത മേഖലയാണ് ജീവൻ. എൻ്റെ കൂടെയില്ല നിങ്ങൾ. അവന് ജീവൻ കൊടുക്കാനും അവന് ജീവനെ ഉണ്ടാക്കാനും കഴിയില്ല. ജീവൻ പകരാൻ കഴിയില്ല. പിശാചും നീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അവന്റെ ഡിപ്പാർട്ട്മെന്റ്, ജീവൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അവനെ അടുപ്പിക്കത്തില്ല ദൈവം. അതുകൊണ്ടാണ് ഇവന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ കണ്ട ജീവൻ ഉണ്ടെന്ന് തോന്നും, അങ്ങനെ കാണിപ്പിക്കാനേ പറ്റൂ അവന്. പക്ഷെ ഒറിജിനലി യാഥാർത്ഥികമായി അതിനകത്ത്
ഒരു ജീവൻ പകരാനോ ജീവൻ അതിനകത്ത് ഉത്ഭവിപ്പിക്കാനോ ഉണ്ടാക്കാനോ അവന് പറ്റില്ല. പക്ഷെ നിന്നെ ദൈവം വിളിച്ചിട്ട് ദൈവം തന്നേ തോന്നുന്നു, നിന്റെ കയ്യിൽ ആർക്കും കൊടുക്കാത്ത, പിശാചിന്റെ ഡിപ്പാർട്ട്മെന്റ് പോലും കൈകാര്യം ചെയ്യപ്പറ്റാത്ത അവന്റെ ലൈഫാണ് നിന്റെ കൈ തന്നേ. എന്നിട്ട് പറഞ്ഞു, നീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കൊടുക്കട ഒരു തലമുറയ്ക്ക്, മരണം കാത്തുകിടക്കുന്ന തലമുറയ്ക്ക്, ആത്മഹത്യ കാത്തുകിടക്കുന്ന തലമുറയ്ക്ക്, തകർന്ന തലമുറയ്ക്ക്, ഹൃദയം തകർന്ന തലമുറയ്ക്ക്, നാടുവിടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന തലമുറയ്ക്ക് നീ കൊടുക്ക്. ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ലാതെ പ്രതീക്ഷകൾ അറ്റുകിടക്കുന്ന തലമുറയ്ക്ക് കൊടുക്ക്. നിങ്ങൾ ജീവന്റെ ശുശ്രൂഷകരാണ്. നമ്മൾ ജീവന്റെ ശുശ്രൂഷകരാണ്. നിന്റെ വീട്ടിൽ പോകാൻ നിനക്ക് വഴി അറിയാമെങ്കിലും 10 പേരോട് ചുമ്മാ ഇറങ്ങി ചോദിച്ചേക്കണം. കാരണം ചോദിക്കുന്ന സമയത്ത് നിനക്കറിയത്തില്ല, നീ സംസാരിക്കുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ അകത്ത് ജീവൻ അവന്റെ മേൽ വീഴും. ഓ ജീവന്റെ ശുശ്രൂഷകരാ നമ്മള്. ജീവനാണ് നമ്മുടെ കൈ ദൈവം തന്നേ. അവന്റെ ജീവനാണ് പകരാൻ നമ്മുടെ കൈ തന്നേ. ജീവന് പകരം നമ്മൾ ഒരിക്കലും മരണം വിതയ്ക്കരുത്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞേ, കൊല്ലുന്ന ശുശ്രൂഷയല്ല, ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാ. ഒരു കാലഘട്ടം മുഴുവനും പഴയ നിയമം കൊല്ലുക എന്നുള്ള, കണ്ണിന് കണ്ണും പല്ലിന് പല്ലും, ഇങ്ങനൊരു കാലഘട്ടത്തിൽ എഴുതി വെച്ചപ്പെട്ട ചട്ടങ്ങൾക്കകത്ത് മുഴുവനും, ഒരു പഴയ നിയമം മുഴുവനും പോയ സമയത്ത് പുതിയ നിയമത്തിനകത്ത് ദൈവം വന്നു, ഇനി ചട്ടങ്ങൾ വെച്ചിട്ടല്ല നിന്റെ ശുശ്രൂഷ ജീവനുമായിട്ട് ഡീൽ ചെയ്തിട്ടാ. നീ ജീവനുമായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പോകുന്നേ. ഇതുവരെ പഴയ നിയമത്തിൽ ഒരു മനുഷ്യന്റെ കയ്യിലും ഒരു പ്രവാചകന്റെ കയ്യിലും ഒരു ദൈവഭൃത്യന്റെ കയ്യിലും കൊടുക്കാത്ത ഒരായുധമാണ് പുതിയ നിയമ ശുശ്രൂഷകൾക്ക് തന്നത്. എന്താണെന്നറിയാമോ? അവന്റെ ജീവനാണ് അവൻ നിന്റെ കൈ തന്നത്. ഇനി നീ ചെല്ലുന്നിടത്ത് മരണമല്ല ഉണ്ടാകണം, നീ ചെല്ലുന്നിടത്ത് ജീവൻ ഉണ്ടാകണം. നീ നിൽക്കുന്നിടത്ത് ജീവൻ ഉണ്ടാകണം. നീ കയറുന്ന പട്ടണങ്ങളിൽ ജീവൻ ഉണ്ടാകണം. ഇന്ന് ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം, ഏതൊക്കെയോ പട്ടണങ്ങളിൽ യേശുവിന്റെ ജീവൻ വിതയ്ക്കാൻ ചിലതിനെ ഇന്ന് കർത്താവ് ഇവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. ഏതൊക്കെയോ പട്ടണത്തിനകത്ത് പിശാച് മരണം വിതച്ചടപ്പ്, മരണം എഴുതി വെച്ചടപ്പ്, ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്ത് ആത്മഹത്യ പിശാച് എഴുതി വെച്ചടപ്പ്, ജീവന്റെ ഡെസ്റ്റിനി വിതയ്ക്കാൻ, ജീവന്റെ ഡെസ്റ്റിനിയെ പ്രവചിക്കാൻ, ജീവന്റെ ഡെസ്റ്റിനിയെ പകരാൻ ഇന്ന് ഇൻ ക്രൈസ്റ്റിനകത്ത് ഒരു തലമുറ എഴുന്നേറ്റ് വരികയാണെന്ന് പറഞ്ഞാൽ ഇതിന് ആമേൻ പറയാൻ എത്ര പേരുണ്ട്? നിന്റെ കണ്ണിൽ, നിന്റെ നോട്ടത്തിൽ ദൈവത്തിന്റെ ജീവൻ, നിന്റെ ശബ്ദത്തിൽ ദൈവത്തിന്റെ ജീവൻ, നിന്റെ കരത്തിൽ ദൈവത്തിന്റെ ജീവൻ, നിന്റെ നിഴലിൽ അവന്റെ ജീവൻ, നീ നിൽക്കുന്നതും പോകുന്നതും അവൻ ദൈവത്തിന്റെ ജീവൻ. അവൻ ജീവനെ പകരാനാ നിന്നെ വിളിച്ചേ. ഓ ലൈഫ് മാനിഫെസ്റ്റ് ആവട്ടെ. ചിലരോട് സംസാരിക്കുമ്പോൾ അറിയാം, നമുക്ക് ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉള്ള ജീവനും കൂടെ അങ്ങ് പോകും. അങ്ങനെ ആകല്ലെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരിക്കും വന്ന് ചിലരോട് പറയുമ്പോൾ നമ്മൾ അങ്ങ് ആകെ ഡസ്പാവും, ഇനി ജീവിക്കണ്ടെന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കുറ്റപ്പെടുത്തുന്ന ഒരാളെ കുറ്റപ്പെടുത്തുകയാണ്, അവൻ്റെ തെറ്റുകൾ പറയുകയാണ്, അവൻ്റെ കുറ്റങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചെയ്യുന്ന പുതിയ നിയമ ശുശ്രൂഷയല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഒരാളെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞാൽ, ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ യേശു എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും സംസാരിക്കുമ്പോൾ എവിടെയോ നമ്മുടെ അകത്ത് എന്തോ തിളയ്ക്കുന്ന മനസ്സിലാവും. നമ്മൾ ആകെ വിഷമിച്ചായിരിക്കും വന്നത്. ചുമ്മാ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എവിടെ ഇല്ല സഹിച്ചാ എവിടുന്നും ഇങ്ങനെ അകത്ത് എന്തോ ഇങ്ങനെ തിളച്ചു കയറുന്ന നമുക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ്റെ ജീവൻ ആക്ടിവേറ്റ് ആകുന്ന നിന്നിൽ, അവൻ്റെ അകത്ത് പകർന്നിരിക്കുന്ന യേശുവിൻ്റെ ജീവൻ നിന്നിൽ ആക്ടിവേറ്റ് ആകുന്നതാണ്. ജീവനെ പകരണം, കൊല്ലുന്ന ശുശ്രൂഷ ചെയ്യരുതേ. പണ്ട് ഈ ഒരു വചനം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഞാൻ പാർക്കിൽ പോയിട്ട് സുവിശേഷം പറയാൻ തുടങ്ങി.
കർത്താവ് പറഞ്ഞു, പോയി കൊടുക്കടാ ജീവൻ. കീറിപ്പറഞ്ഞ പാൻസും ജീൻസും പറ്റയടിച്ചും താടി വളർത്തിയും പോയിട്ട് ഞാൻ പാർക്കിനകത്ത് പ്രവചിക്കാൻ തുടങ്ങി. ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വന്നത് ഒരു സഭയ്ക്കകത്ത് പ്രവചിച്ചിട്ടല്ല, പാർക്കിനകത്തും മാർക്കറ്റിനകത്തും പ്രവചിച്ചാണ് ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വന്നേ. ജീവനെ പകരാൻ തയ്യാറായപ്പോൾ ദൈവം തുറന്നു തന്നതാണ് ശുശ്രൂഷ. രണ്ടായിരത്തി 24 ചർച്ച അടച്ചിട്ട് പിശാച് പറഞ്ഞു, എല്ലാം തീർത്തില്ലേ, എല്ലാം നിന്നുപോയില്ലേ. 2 വർഷം എന്തോ ആയിരുന്നു കേടന്ന് ബഹളം. പിശാച് 2024 ഫെബ്രുവരിയിൽ ചർച്ച അടച്ചിട്ട് അവൻ എന്നെ നോക്കി ചിരിച്ചു. എല്ലാം തീർന്നില്ലേടാ. ഞാൻ ഒരു ദിവസം വീട്ടിന്റെ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് കേൾക്കാം ഈ ശബ്ദം. ഞാൻ അവനെ നോക്കി ചിരിച്ചു. എന്തോ തീർന്നെന്നാ? പണ്ടത്തെ ജീൻസ് ഇപ്പോഴും എൻ്റെ അലമാരി ഇരിപ്പുണ്ട്. പണ്ട് ഞാൻ പാർക്കിൽ പോയപ്പോൾ ഞാൻ ഇട്ടിരുന്ന ജീൻസ് ഇപ്പോഴും എൻ്റെ അലമാരി ഇരിപ്പുണ്ട്. ജീവനെ കൊടുക്കാൻ സഭ വേണമെന്നില്ല. അത് പാർക്കായാലും മാർക്കറ്റായാലും ട്രെയിനായാലും എയർപോർട്ട് ആണെങ്കിലും ഞങ്ങൾക്കെല്ലാം ഒന്നാ പ്ലാറ്റ്ഫോം. യേശു ഒരിടത്ത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനും ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കാം, നിങ്ങളെ ഞാൻ സൗഖ്യമാക്കാം എന്ന് പറഞ്ഞതല്ല. അവൻ പോയിന്ന സ്ഥലങ്ങൾ അവന്റെ പ്ലാറ്റ്ഫോം ആക്കിയതാണ്. അവൻ സഞ്ചരിച്ച സ്ഥലങ്ങൾ അവന്റെ ശുശ്രൂഷയുടെ പ്ലാറ്റ്ഫോം ആക്കിയതാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് 2025 ഒരു ഉണർവ് എഴുന്നേറ്റ് വരുന്നല്ലോ. വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കർത്താവ് എൻ്റെ അടുത്ത് പറയുന്നല്ലോ. പാർക്കുകളും റെയിൽവേ സ്റ്റേഷനുകളും ബസ്സും ട്രെയിനും ഫ്ലൈറ്റും റിവൈവലിന്റെ പോർട്ടലുകൾ തുറക്കുന്ന ഒരു സീസൺ, ഉണർവിന്റെ കേന്ദ്രങ്ങളാകുന്ന ഒരു സീസൺ. ഇനി ഒരു ദേശത്ത് വന്ന് ഉണർവഹിക്കണമെന്നുള്ള പ്രാർത്ഥന നിർത്തുന്നേ. ഇനി ഉണർവ് നീ പോകുന്നതിന് കൂടെ നിന്റെ കൂടെ ആ ഉണർവ് സഞ്ചരിക്കുകയാണ്. നിന്റെ കൂടെ ഉണർവിന്റെ ദൂതന്മാർ സഞ്ചരിക്കും. ഇതിനാമേൻ പറയാൻ പറ്റുന്ന എത്ര പേരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് മുതൽ ഉണർവിന്റെ ദൂതന്മാർ ചിലരോടുകൂടെ സഞ്ചരിക്കാൻ പോകുക. നീ കയറിയിറങ്ങുന്ന ശാന്തസ്ഥലം, നീ കയറിയിറങ്ങുന്ന മാർക്കറ്റ് സ്ഥലം ഉണർവിന്റെ കേന്ദ്രങ്ങളാക്കാൻ ജീവന്റെ ശുശ്രൂഷകർ ഇന്ന് ആത്മാവിൽ എഴുന്നേൽക്കട്ടെ. Oh, labazata labashia. Oh, limazi kaurbata labushi. ലൈഫ് മാനിഫെസ്റ്റ് ആവട്ടെ. 2024 ഫെബ്രുവരി ഒരു ദിവസം രാവിലെ പിശാച് ചിരിക്കുക എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, പോടപ്പന്നെ പിശാച്, നീ എന്തു വിചാരിച്ചേ? ചർച്ച അടച്ചപ്പോ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചോ? കാരണം ചർച്ച ഉള്ള സമയത്തോ 2 വർഷം ഞാൻ ചർച്ച മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നു. പാർക്കിൽ പോയി സുവിശേഷം അറിയിക്കുന്നത് നിർത്തി. ഞാൻ പറഞ്ഞു, നീ ചർച്ച അടച്ചതാ, നീ മണ്ടത്തരായി പോയത്. ഇനി ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ പോവാ. പാർക്കിലോട്ട് ഇറങ്ങാൻ പോവാ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവാ. ഇനി എന്തോ ചെയ്യാൻ പറ്റും നിനക്ക്? നീ എന്തോ റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയിടുവോ? പാർക്ക് പൂട്ടിയിടുവോ? അന്നങ്ങ് ഒരു എന്താ പറയുന്നേ, പോയിട്ട് ഞാൻ അലമാരി തപ്പിയത് ആദ്യമേ ആ ഫെയ്ഡഡായ ജീൻസാ എടുത്തിട്ടു. ഇറങ്ങിയപ്പോൾ ഞാൻ പിശാചിനെ നോക്കി ചിരിച്ചു. ഋതുവിനോട് പറഞ്ഞു, ഞാൻ 1 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം. പക്ഷെ എൻ്റെ അകത്ത് 1 കിലോ ചിക്കൻ ആയിരുന്നില്ല. ഞാൻ വരുവാണെങ്കിൽ ഒരുത്തൻ്റെ ലൈഫ് ജീവൻ എഴുതി വെച്ചിട്ടേ ഞാൻ വരൂ. ലൈഫ് എഴുതി വെച്ചിട്ടേ വരൂ. രാവിലെ ഇറങ്ങി, പോയ വഴിക്ക് ആരെയും കണ്ടില്ല. ചിക്കൻ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടടാ ഒരു പുള്ളിക്കാരത്തി വരുന്നു. പുള്ളിക്കാരത്തി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, കൈനോട്ടക്കാരിയാ, കൈ നോക്കി ലക്ഷണം പറയും. എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കിപ്പോൾ നല്ല സമയം അല്ല. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ശരിയായി, ചർച്ചയൊക്കെ അടച്ച് ആകെ ബുദ്ധിമുട്ടിക്കുന്നൊരു സമയം, നല്ല സമയമല്ല. പക്ഷെ നിനക്ക് നല്ല സമയം വരും. ഒക്ടോബർ മാസം
ഞാൻ പറഞ്ഞു ഓക്കെ ശരി, നല്ല കാര്യം. ഇനി പ്രവചിക്കണമെങ്കിൽ എനിക്കൊരു 100 രൂപ തരണം. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പുള്ളിക്കാരത്തിയുടെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഫ്രീ ആയിട്ട് പ്രവചിക്കട്ടെ? അപ്പം അവർ ചോദിച്ചു, നീയും കൈനോട്ടക്കാരനാ? ഞാൻ പറഞ്ഞു, ഞാൻ കൈനോട്ടക്കാരനൊന്നുമല്ല, ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാ. എനിക്ക് ദക്ഷിണ വേണ്ടെന്നേ പ്രവചിക്കാൻ. ഞങ്ങൾ ദക്ഷിണയ്ക്കല്ല പ്രവചിക്കുന്നേ. ഞാൻ പറഞ്ഞു, എത്ര വർഷമായിട്ട് നിങ്ങളിത് ജോലി ചെയ്യുക? അവർ പറഞ്ഞു, ഒത്തിരി വർഷമായി. ഞാൻ പറഞ്ഞു, ഇത്രയും വർഷം നീ ഇത് ചെയ്തിട്ട് നിന്റെ വീട്ടിൽ പട്ടിണി മാറിയിട്ടില്ലല്ലോ. മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ പറയാം. ICU കിടക്കുന്ന നിന്റെ ഭർത്താവ് എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. കൈനോട്ടക്കാർ ജീവിതത്തിൽ 20 കേൾക്കാത്തൊരു പ്രവചനം. പെട്ടെന്ന് ഞെട്ടി, അവരുടെ കരയാൻ തുടങ്ങി. എൻ്റെ അടുത്ത് പറഞ്ഞു, ICUവിലല്ല. ഞാൻ പറഞ്ഞു, എവിടെയാ? ICUവിൽ വെന്റിലേറ്ററിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാം അവസാനിച്ചില്ലേ? ഭർത്താവിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഓരോരുത്തർക്ക് ലക്ഷണം പറഞ്ഞ് നടക്കുക. ലക്ഷണം അറിയാം കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ ചീട്ടിട്ടല്ല പ്രവചിക്കുന്നത്, കർത്താവിൻ്റെ അടുത്ത് പറയുന്ന കാര്യം നിന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, ആ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സൗഖ്യമാക്കാനും അറിയാം. എവിടോ കിടന്നൊരു സ്ത്രീ, ഞാനോട്ട് ഒരു പരിചയമില്ല, ICUവിൽ കിടക്കുന്ന ഭർത്താവ് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കമോൺ പ്രോഫറ്റ് എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. മീറ്റിങ്ങിന് ഡേറ്റ് വെച്ച് ആരും വന്നില്ല. പക്ഷെ അന്നേരം എല്ലാം ഞാൻ പിശാചിനോട് പറയായിരുന്നു, ഇതാ ഞാൻ പറഞ്ഞ് നീ മണ്ടത്തരം കാണിച്ചെന്ന്. ഞങ്ങളിനി തെരുവിലിറങ്ങും. സഭയ്ക്കകത്ത് ഉണർവുണ്ടാകുമെന്ന് വിചാരിച്ച് സഭ അടച്ച ഒരു ചർച്ചിൻ്റെ ബിൽഡിംഗ് അടച്ച എല്ലാം തീരുന്നു നീ വിചാരിക്കണ്ട. കാരണം ഞങ്ങൾ തെരുവിലിറങ്ങും. കാരണം ഞങ്ങൾ ജീവൻ്റെ ശുശ്രൂഷകരാ. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഉണർവുണ്ടാകും. ഈ പോകുന്നിടത്തെല്ലാം ദൈവത്തിന് ജീവൻ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റും. അവർ കരഞ്ഞു, ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിനെ ആരാധിക്കുന്ന ഒരുത്തനാ. ഹിന്ദിയിലാണ്, മലയാളം അല്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ? ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ ആരാ ഉള്ളേ? ഹോസ്പിറ്റലിൽ ചേട്ടൻ ആരോ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരെ വിളിച്ചിട്ട് ICUവിനകത്ത് കയറിയിട്ട് ഭർത്താവിൻ്റെ ചെവി ഫോൺ വെക്കാൻ പറ. അവർ മാറി നിന്ന് സംസാരിച്ചു. ചെവി ഫോൺ വെച്ചിട്ട് എൻ്റെ കൈ ഫോൺ തന്നു. ഫോൺ തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇവൻ സൗഖ്യമാകട്ടെ. വെന്റിലേറ്ററിൽ കോമയെ കിടന്ന ആൾ കണ്ണു തുറന്നു. ഞാൻ നോക്കിയപ്പോൾ ഇവരിങ്ങനെ ചേട്ടനോട് വിളിച്ചിട്ട് ഇവരിങ്ങനെ പൊട്ടിക്കരയോ. ഞാൻ ചോദിച്ചു, എന്തുവാ? എൻ്റെ ഭർത്താവ് കണ്ണു തുറന്നു. അവർ കണ്ണു തുറന്നിട്ടില്ലായിരുന്നു ഇത്രയും നാള്, കോമയിലായിരുന്നു. ഒരു ആക്സിഡന്റ് പറ്റിയതായി, ഡോക്ടർമാർ എഴുതി തള്ളിയതാ, മരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ജീവന്റെ ശുശ്രൂഷകനാണെങ്കിൽ മരിക്കാൻ ഒക്കത്തില്ല. അതങ്ങനെ മരിക്കാൻ ഒക്കുന്നേ? നിന്റെ കയ്യിലെ ജീവൻ ഇന്ന് പറ. നീ എൻ്റെ കയ്യിൽ ഞാൻ ജീവന്റെ ശുശ്രൂഷകനാണ്. മരണം എൻ്റെ കുടുംബത്തെ തൊടാൻ പറ്റില്ല, എൻ്റെ ദേശത്തെ തൊടാൻ പറ്റില്ല. ഓ, ഇത് പറ ഇന്ന് പറ. നിന്റെ ജീവനെ ഇന്ന് നീ ആക്ടിവേറ്റ് ചെയ്യ്. ഇന്ന് നിന്റെ ശുശ്രൂഷ ആക്ടിവേറ്റ് ചെയ്യ്. ആരാമാധലാമ ശംധരാധരാദി ഓ ബ്രാശംധാബാസിയ ഹേഷിയാതലമൂഷ്. അന്ന് വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ സമാധാനം ഉണ്ടല്ലോ, സന്തോഷം ഉണ്ടല്ലോ, ഞാൻ എവിടെയും കിട്ടിയിട്ടില്ല എനിക്ക്. അതൊരു ചർച്ചിൽ പ്രസംഗിച്ചാലും കിട്ടത്തില്ല. മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നത്, ഒരുത്തൻ്റെ ജീവിതത്തിനകത്ത് മരണം എഴുതി വെച്ചിടത്ത് അവൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവൻ എഴുതി വെക്കാൻ പറ്റി.
പിശാച് മരണം എഴുതി വെച്ച ചില തലമുറയുടെ ജീവിതത്തിനകത്ത് ജീവൻ എഴുതാനാ ദൈവം നിന്നെ വിളിച്ച് നിന്റെ കയ്യിൽ ശുശ്രൂഷ തന്ന്. ഇന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊത്തം ഈ ശുശ്രൂഷയുടെ ഗ്ലാമറിലാണ് നമ്മുടെ നോട്ടം. കിട്ടാൻ പോകുന്ന പദവികളും ആക്സെപ്റ്റൻസും അംഗീകാരങ്ങളും. പ്രവചിച്ച പ്രവാചകന് കിട്ടുന്ന അംഗീകാരം, പ്രവചിച്ച പ്രവാചകന് തുറക്കുന്ന രാജ്യങ്ങൾ, പ്രവചിച്ച പ്രവാചകന് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ. നിന്റെ നോട്ടം എവിടെ ആയിരിക്കരുത്? നിന്റെ ഹൃദയത്തിനകത്ത് ദൈവരാജ്യമായിരിക്കണം. ഒരു തലമുറയുടെ ജീവിതത്തിനകത്ത് യേശുവിൻ്റെ ജീവൻ എഴുതാനാകണം നിനക്ക് ശുശ്രൂഷ. നിന്റെ ഹൃദയത്തിനകത്ത് ദൈവരാജ്യം ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് ശുശ്രൂഷയുടെ വാതിൽ തുറക്കും. എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിശാചിനെ ചിരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പാല് വാങ്ങാനാകും, മുട്ട വാങ്ങാനാകും, പച്ചക്കറി വാങ്ങിക്കാനായിരിക്കും. പക്ഷെ പൈശാചിക ലോകത്തിനറിയാം പച്ചക്കറി വാങ്ങാനല്ല പോകുന്നേ. നരകത്തിന്റെ വാതിലിൽ കാത്തുകിടക്കുന്ന ആരെയോ സ്വർഗത്തിന്റെ വാതിലേക്ക് കൊണ്ടുപോകാനാവും പോകുന്നേ. മരണം എഴുതി വെച്ച ഒരുത്തന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ജീവൻ എഴുതി വെക്കാനാവാൻ പോകുന്നേ. ഇപ്പൊ പിശാചിനറിയാം സഭയടച്ചതും അവിടെ ഒരു ഉപദ്രവം തുറന്നു വിട്ടത് അവൻ മണ്ടത്തരായി തോന്നി. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും ഒരു ചർച്ചിനകത്തിരുന്ന് ആരാധിച്ചാലല്ലേ ഉള്ളു പ്രശ്നം. ഞങ്ങൾ തെരുവി ഇറങ്ങി പ്രവചിക്കും. ഞങ്ങൾ ചന്തസ്ഥലങ്ങളിൽ മാർക്കറ്റ് പ്ലേസിനകത്തിരുന്ന് ചെന്നിട്ട് ഞങ്ങൾ പ്രവചിക്കും. അവിടെ സൗഖ്യം നടക്കും. ആർക്കടയ്ക്കാൻ പറ്റും? ഏത് പിശാചിനടയ്ക്കാൻ പറ്റും? അത് ഏത് ഗവൺമെന്റിന് അടയ്ക്കാൻ പറ്റും? അത് നിന്റെ അകത്തെ ജീവന്റെ ശുശ്രൂഷ അങ്ങനെ എഴുന്നേൽക്കണം. എനിക്ക് അവസരമില്ല, ചർച്ചിൽ എനിക്ക് അവസരം കിട്ടുന്നില്ല, എനിക്ക് പാടാൻ അവസരമില്ല, പ്രാർത്ഥിക്കാൻ അവസരമില്ല, പ്രസംഗിക്കാൻ അവസരമില്ല. എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയാലല്ലേ എൻ്റെ ജീവന്റെ ശുശ്രൂഷ തെളിയിക്കാൻ പറ്റൂ. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ റായ്ഗഡ് ഇൻക്രൈസിന്റെ പാസ്റ്ററല്ല, റായ്ഗഡ് ഛത്തീസ്ഗഡിന്റെ പാസ്റ്ററാ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഇന്ത്യയുടെ പാസ്റ്ററാ, ഞാൻ ഇന്ത്യയുടെ പ്രവാചകനാ. എല്ലാം നമ്മുടെ വിശ്വാസികളാ. നീ ജോലി ചെയ്യുന്ന സ്ഥലത്തും നീ പഠിക്കുന്ന സ്ഥലത്തും നീ പോകുമ്പോൾ ഈ ജീവനെ കൊടുക്കാൻ മറക്കരുത്. ഈ ജീവനെ കൊടുക്കാൻ മറക്കരുത്. ഈ ലൈഫിനെ കൊടുക്കണം കേട്ടോ. ഈ ലൈഫ് കൊടുക്കണം. ജീവന്റെ ശുശ്രൂഷകൻ നിന്നെ ആക്കുന്നതിന് മുമ്പ് നിന്റെ അകത്ത് ദൈവം ജീവൻ പകരും. നിന്റെ അകത്ത് ജീവൻ ഒഴുകും. നിന്റെ കുടുംബത്തിനകത്ത് ജീവൻ ഒഴുകും. നിന്റെ തലമുറയുടെ മേൽ ജീവൻ ഒഴുകും. ദൈവത്തിന്റെ ജീവൻ ഉൽപ്പത്തിയിൽ എവിടെ ഒഴുകിയെന്നറിയോ? പാഴും ശൂന്യമായി കിടന്നൊരു ഭൂമിക്കകത്താണ്. ഒരു പ്രതീക്ഷയില്ലാതെ, ഒരു മനോഹാരിതയില്ലാത്ത ഭൂമിയുടെ മേലാണ് ദൈവത്തിന്റെ ജീവൻ വെളിപ്പെട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ആർക്കും മനോഹരമല്ലാത്ത നിന്റെ ജീവിതത്തിൽ, ശൂന്യമെന്ന് തോന്നുന്ന നിന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ജീവൻ ഇന്ന് വരികയാണ്. ഞാൻ ഓൺലൈനിൽ നിൽക്കുന്ന ആരെയും നോക്കി പ്രവചിക്കാൻ പറയുന്നു, കർത്താവ് നിന്റെ ലൈഫിനകത്തെ ശൂന്യതകളെ നോക്കി പറ, യേശുവിൻ്റെ ജീവൻ വരാൻ ടൈമായി, യേശുവിൻ്റെ ജീവൻ വരാൻ സമയമായി. ശൂന്യതകളിൽ വ്യാപരിക്കുന്ന യേശുവിൻ്റെ ജീവൻ ഇന്ന് ചിലരുടെ ലൈഫിനകത്ത് വെളിപ്പെടുകയാണ്. നിന്റെ ശൂന്യതകൾ ഇന്ന് മനോഹരമാകാൻ പോകുന്നു. മനോഹരമല്ലാത്ത നിന്റെ ജീവിതം മനോഹരമാകും. മനോഹരമല്ലാത്ത നിന്റെ ശുശ്രൂഷ മനോഹരമാകും. മനോഹരമല്ലാത്ത നിന്റെ കുടുംബജീവിതം മനോഹരമാകും. ഇതിനെ സ്വീകരിക്കാൻ ആരാ തയ്യാറെന്ന് എനിക്കറിയത്തില്ല. ഇതിനെ പിടിക്കാൻ ആരാ എന്ന് ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. മനോഹരമല്ല എന്ന് പറഞ്ഞ നിന്റെ ശബ്ദം, മനോഹരമല്ല എന്ന് പറഞ്ഞ നിന്റെ പാട്ട്, മനോഹരമല്ല എന്ന് പറഞ്ഞ നിന്റെ വിദ്യാഭ്യാസം, നിന്റെ പഠിപ്പ്, കർത്താവ് പറയുന്നു അതിനെ മനോഹരമാക്കാൻ എനിക്ക് കഴിയും. എവിടെ ശൂന്യമാണോ അവിടെ ദൈവത്തിന്റെ ജീവൻ വീഴ ടൈമായി.